ഇടയ്ക്കിടെ അവന്റെ മനസ്സിനെ ഇങ്ങനെ തട്ടിയുണർത്തിക്കൊണ്ട് അല്ലാഹു ചോദിക്കുക. ആ അനുഗ്രഹങ്ങളുടെ പ്രഥമ സ്ഥാനം വിശുദ്ധ ഖുർആനിന് കിട്ടിയെങ്കിൽ റമദാനിന്റെ ഏറ്റവും വലിയ മഹത്വം ഖുർആൻ ഇറക്കി എന്നത് തന്നെയാണ്. ആ ഖുർആനുമായി ബന്ധമില്ലാതെ പോകരുത് കൂട്ടുകാരെ. നമ്മൾ ആ പുരുഷന്മാരോടാ പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും ഖുർആൻ ഓതാൻ തീരുമാനിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തേക്ക് 8 ജുസ്എങ്കിലും ഓതി തീർത്തിട്ടുണ്ടാവുമെന്നാണ്. അതിന് വേണ്ടത് അത്രയല്ലേ ഉള്ളൂ. ഒരു ദിവസം ഒരു ജുസ് ഓതണം. ഒരു ജുസ് ഓതാൻ ഒരു ദിവസം നിങ്ങൾ എത്ര സമയം? വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം നോക്ക്, നിങ്ങൾ ഓതണ്ട. ഇത് ഉദൂഓടുകൂടെ കയ്യിൽ എടുത്തിരിക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. ഇതിന്റെ അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. ഈ വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വളരെ സങ്കടത്തോടുകൂടെ, പടച്ചവനെ നിന്റെ ഈ വചനങ്ങൾ 6000-ൽ പരം വചനങ്ങളിൽ നീ എന്തെല്ലാം ആശയ പ്രപഞ്ചങ്ങളാണ് ഒതുക്കി വെച്ചത്. എനിക്കതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും നേരെ അതൊന്ന് വായിക്കാൻ പോലും കഴിയില്ലല്ലോ എന്ന സങ്കടത്തോടുകൂടെ, അത് ഓതാൻ കഴിയില്ല എന്ന വേദനയോടെ അയാൾ ആ മുസ്ഹഫ് മലർത്തിപ്പിടിച്ച് അതിലൊരു ഉമ്മ വെക്കുന്നത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ എഴുതിയത് കാണാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്ന, ഖുർആൻ ഓതാൻ അറിയാത്ത ആൾക്ക് പോലും വിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടായേ പറ്റൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനിപ്പോ എന്താ വേണ്ടത്? എന്താ അതിന് വേണ്ടത്? അരമണിക്കൂർ മുസ്ഹഫുമായിട്ടിരിക്കണം. അരമണിക്കൂർ മുസ്ഹഫുമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. കണ്ടോ നിങ്ങൾ, അശ്ലീലത്തിന്റെ മുമ്പിലാണെങ്കിൽ നമ്മൾ എത്ര നേരം ഇരിക്കുമല്ലോ, മണിക്കൂറുകൾ പോയത് നമ്മൾ അറിയില്ല. എന്നല്ല, ഈ ഭൗതികതയുടെ ഭൗതിക വിഷയങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുമായിരുന്നു. നമുക്ക് ഇരിക്കുന്നതിന് സമയനഷ്ടം തോന്നില്ലായിരുന്നു. എന്തുകൊണ്ട്? ഓരോരൊറ്റ അക്ഷരം ഓതിയാൽ 10 പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറയുന്നു, ഇതിലൊക്കെ നമ്മുടെ ശുഷ്കാന്തി കാണണമെങ്കിൽ ഈ ഓഫർ ദുനിയാവിൽ പ്രഖ്യാപിക്കണം. ഒരക്ഷരം ഓതിയാൽ 10 രൂപ തരാം എന്ന് നിങ്ങൾ ആദ്യം ഓഫർ ചെയ്യാം. എന്നിട്ടൊരു സദസ്സ് വിളിച്ചിട്ട് ഖത്മോദാൻ വേണ്ടി ഒരു സദസ്സ് വിളിക്കുക. ആ സദസ്സിനോട് ചോദിക്കുന്നു, ഇന്ന് എത്രയാ നമ്മൾ ഓതേണ്ടത്? ഒരു ജുസ് ഓതാൻ കഴിയോ? അപ്പോൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കുക എന്തായിരിക്കും? ഒരു അക്ഷരത്തിന് 10 റുപ്യ കൊടുക്കാൻ ഓഫർ ചെയ്തു. പരലോകത്തായിട്ടാ ഉണരാത്തത് എന്നാ ഞാൻ പറയുന്നത്. ദുന്യാവിൽ കൊടുക്കാന്നൊന്ന് പറഞ്ഞു നോക്കുക, ഒരു അക്ഷരത്തിന് 10 റുപ്യ. എന്നിട്ട് ഓതാൻ വിളിച്ചു ഒരു അരമണിക്കൂർ എല്ലാവർക്കും കൂടി ഓതിക്കൂടെ ഒരു ജുസ്? എല്ലാവരും ഒരേ നാക്കുകൊണ്ട് പറയും, അരമണിക്കൂർ ആക്കണ്ട, വേണമെങ്കിൽ ഒരു 4 മണിക്കൂർ ഓതാം. കാരണം എന്താ? അവൻ അപ്പോഴേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരക്ഷരത്തിന് 10 റുപ്യ ഉണ്ടെങ്കിൽ എത്ര ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദുനിയാവിലാണ് ഈ ഓഫർ പ്രഖ്യാപിച്ചതെങ്കിൽ നമ്മൾ ഇളകുമായിരുന്നു. അല്ലാഹു പറഞ്ഞത്, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജിലത വതദറൂനൽ ആഖിറ. ആ വിഷയമൊക്കെ നമുക്ക് പരലോക പരാമർശം നടത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാനുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ അശ്ലീല ഭ്രമം നമ്മൾ അവസാനിപ്പിക്കണം. അശ്ലീലങ്ങൾക്ക് കാശ് ചെലവാക്കുന്ന പരിപാടി ഇനി കാശ് ചെലവാക്കിയില്ലെങ്കിലും തെറ്റാണ്. മയ്യശ്തരി എന്ന് പറയാൻ കാരണം കാശ് കൊടുത്തു വാങ്ങുന്നവൻ മാത്രമല്ല ഇവിടെ ആക്ഷേപാർഹനാണ് എല്ലാവരും. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്? അശ്ലീലത്തിന് കാശ് ചെലവഴിക്കാൻ ഒരു മടിയും ഉണ്ടാകൂല മനുഷ്യൻ. അതുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്, മയ്യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അശ്ലീലത്തിന് കാശ് ചെലവഴിക്കുന്ന 1-2 ചിത്രങ്ങളും കൂടെ പറയട്ടെ. നമ്മൾ അശ്ലീല സാഹിത്യങ്ങൾ വാങ്ങാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാരോഗ്യ മാസികയാണെങ്കിൽ പോലും അശ്ലീല ചിത്രങ്ങളിലൂടെയാണ് അത് പുറത്തിറങ്ങുന്നത്. ആരോഗ്യ പ്രശ്നം പഠിപ്പിക്കാനായിരിക്കും ഒരു പക്ഷേ. എന്തേ? മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് പഠിപ്പിക്കലായിരിക്കും ആരോഗ്യ മാസികയുടെ ലക്ഷ്യം. അതിനും കൊടുക്കും. തടിച്ചു കൊടുത്ത സുന്ദരിയായ ഒരു സഹോദരി സ്ഥലവും കാട്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ കൊടുത്ത് അത് മുഖചിത്രമാക്കി കൊടുത്ത് മാന്യന്മാർക്ക് നോക്കാൻ പറ്റാത്ത രൂപത്തില്, മാന്യന്മാർക്ക് മൂക്ക് പിടിക്കേണ്ട അവസ്ഥയിൽ അശ്ലീല നാറ്റം ഏറ്റുവാങ്ങിക്കൊണ്ട് അത് പെട്ടിക്കടകളിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ചിന്തിക്കുക, ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാപ്രസിദ്ധീകരണങ്ങളുടെ ഇക്കിളി സാഹിത്യങ്ങളുടെ ഉപഭോക്താക്കൾ ആരാണെന്നറിയോ? മീശ പോലും കിളിർക്കാത്ത നമ്മുടെ കൗമാരപ്രായത്തിലുള്ള മക്കളാണ്. മക്കളെ ഏറ്റവും കൂടുതൽ സെക്സിൽ ദുഷിച്ചു പോകുന്നത് എപ്പോഴാണെന്നറിയോ? സെക്സ് സംബന്ധമായി നമ്മുടെ കുട്ടികള് ദുഷിച്ചു പോകുന്നത് 13 മുതൽ 19 വരെയുള്ള പ്രായത്തിലാണ്. ഇതാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്.
ടീനേജ് എന്ന് പറയുന്ന ആ കൗമാരപ്രായം, ടീൻ എന്നതിൽ ഇങ്ങനെ അവസാനിക്കുന്ന ഏജ്, അതാണ് അതിന്റെ അർത്ഥം. 13, 14, 15, 16 ഇങ്ങനെ 19 വരെ, 13 മുതൽ 19 വരെയുള്ള പ്രായത്തിനാണ് കൗമാരപ്രായം എന്ന് പറയാം, ടീൻ ഏജ്. അങ്ങനെയാണ് ഈ ടീനേജ് എന്ന പ്രയോഗം വന്നത്. ഇവിടെയാണ് ഈ സെക്സ് തലത്തിൽ ഏറ്റവും കൂടുതൽ ഇക്കിളിയുള്ള ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഇത്തരം ഇക്കിളി സാഹിത്യങ്ങൾ നുണയാൻ കിട്ടിയ കുട്ടികൾ ഉറപ്പാണ്. അപ്പൊ കുട്ടികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ മക്കളുടെ കയ്യിൽ ഇത്തരം അശ്ലീല സാഹിത്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഒരക്ഷരം പോലുമില്ലാതെ അശ്ലീല പഠങ്ങൾ മാത്രം കുത്തി നിറച്ചിറക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും മാർക്കറ്റിൽ ചുതപ്പം പോലെ വിറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. بغير علم ويتخذها هزوا أولئك لهم عذاب مهين. പെങ്ങളെ ഖുർആനോത്ത് മുടങ്ങുന്ന, സ്വലാത്ത് മുടങ്ങുന്ന, അതുപോലെ തന്നെ മാലപാരായണം മുടങ്ങുന്ന, അസ്മാഉൽ ഹുസ്ന ബിർദായി ചൊല്ലുന്ന പെങ്ങൾക്ക് അത് മുടക്കിക്കളയുന്ന ഇത്തരം അശ്ലീലോപകരണങ്ങൾ നീ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹു അവർക്ക് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആയത്തോതി അത് പറഞ്ഞു കൊടുത്താൽ അവൻ അനുസരിക്കോ? തൊട്ടടുത്ത ആയത്ത് നോക്ക് നിങ്ങൾ. നമ്മുടെ ആയത്തുകൾ ഓതിയിട്ട് ഇങ്ങനെ ചെയ്യല്ല എന്നവരോട് പറഞ്ഞാൽ വല്ലാ, എന്ത് ഖുർആൻ, എന്ത് മരണം, എന്ത് നരകം, എന്ത് മഹ്ശർ ചോദിച്ച് അഹങ്കാരത്തോടെ അവൻ മുഖം തിരിച്ചു കളയും. വല്ലാ മുസ്തക്ബിറ, അവന് വഅദ് വേണ്ട, പ്രസംഗം വേണ്ട, ക്ലാസ് വേണ്ട, ഖുർആൻ വേണ്ട. വല്ലാ മുസ്തക്ബിറ കഅല്ലം യസ്മഅഹാ, അവൻ ഈ ആരുറപ്പുള്ള വചനങ്ങളൊന്നും കേൾക്കാത്തതുപോലെ. കഅല്ലം യസ്മഅഹാ, അവന്റെ പോക്ക് കണ്ടാൽ ഞാനൊന്നും കണ്ടില്ലേ അറിഞ്ഞില്ലേ എന്ന മട്ടിലാണ് അവന്റെ പോക്ക്. അവന്റെ രണ്ട് ചെവികളും ഭദ്രമായി അടപ്പിട്ടിരിക്കുന്നത് പോലെയുണ്ട്. എന്ത് പറഞ്ഞിട്ടും അവന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറുന്നില്ല, ചെവിയിൽ തട്ടുന്നില്ല, ഹൃദയത്തിലേക്ക് യേശുന്നില്ല. അവന് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് നബിയെ നിങ്ങൾ താക്കീത് നൽകിക്കൊള്ളണം. അപ്പൊ അതുകൊണ്ട് ഈ അശ്ലീല ഭ്രമം ഒന്ന് നിയന്ത്രിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇനി നമ്മൾ പറഞ്ഞിരുന്നത് വസീന, അടിച്ചുപൊളികൾ, ഫാഷനുകളുടെ പിന്നാലെ പോവുകയാണ്. അതിന്റെ ഇസ്ലാമിക മാനവന്മാർ എന്ന് ചിന്തിക്കുന്നില്ല. എത്ര വലിയ അപകടമാണ് നമ്മൾ ഈ വിളിച്ചു വരുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിച്ചു നോക്ക് നിങ്ങൾ. പാൻസ് നെരിയാണിയുടെ താഴെ നീ വലിച്ചെടുക്കരുത്. 80-ലധികം ഹദീസുകളില് അത് ധരിക്കുന്നവൻ നരകത്തിലാണ്, അവന്റെ വസ്ത്രം നരകത്തിലാണ്, അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല, താക്കീത് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ എത്ര ചെറുപ്പക്കാർക്ക് സന്മനസ്സുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിച്ചു പോവുകയാണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയില് ടൗണിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു, എന്നോട് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, ഉസ്താദെ എവിടെ വെച്ചോ ഒന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ അദ്ദേഹം ഓർമ്മയിൽ നിന്ന് പരതി എടുത്തു പറഞ്ഞു, ഞാൻ ഉസ്താദിനെ കണ്ടത് ഡിസ്കിൽ നിന്ന് കണ്ട ആ ചിത്രത്തിലാണ് ഞാൻ ഓർക്കുന്നത്. ഉസ്താദിനോട് ഒരു വലിയ സന്തോഷം പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ പാൻസ് കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ പാൻസിന്റെ നീളം കുറഞ്ഞത് സൂറത്തുൽ വാഖിയയുടെ വ്യാഖ്യാനം കേട്ടതുകൊണ്ടാണ്. സൂറത്തുൽ വാഖിയയിൽ നിങ്ങൾ ഗൗരവത്തോടുകൂടെ വസ്ത്രം വലിച്ചെടുക്കുന്നവർക്കുള്ള ശക്തമായ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ഈ പാൻസിന്റെ നീളം കുറച്ചു കളയണമെന്ന് തീരുമാനിച്ചത്. നിങ്ങൾ ചിന്തിക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂൽ പാൻറ്റുകളായ ധാരാളം ആധുനിക ചെറുപ്പക്കാർ നടക്കാറുണ്ട്. വഴിയിലുള്ള കാഷ്ടവും മൂത്രവും വളവും കഫവും എല്ലാം അടിച്ചുവാരി നടക്കുന്ന ഒരുപാട് സഹോദരന്മാർ, അവരെ കുറിച്ച് അദ്ദേഹം പ്രയോഗിച്ചത് സൂൽ പാൻറ്റുകളായ ആധുനിക ചെറുപ്പക്കാരെന്നാണ്. നോക്ക് നിങ്ങൾ, ഒരു വഷളത്തരം, വൃത്തിയില്ലാത്ത വേഷം, ഇത് നമ്മൾ ഉപേക്ഷിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. വിശുദ്ധ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി ഭാഷയിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കേൾക്കാൻ പറ്റുമോ? എന്നാൽ ഇന്നത്തെ ഫാഷനെതിരാണ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ഫാഷനൊപ്പം നീ നീങ്ങിക്കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ
മുനിസിപ്പാലിറ്റിയുടെ ഏർപ്പാടുമെടുത്ത് ഈ അങ്ങാടിയും പരിസരവും ഒക്കെ വൃത്തിയാക്കി, റോഡും പരിസരവും ഒക്കെ വൃത്തിയാക്കി നടക്കുന്ന, ഫുട്പാത്തുകൾ വൃത്തിയാക്കി നടക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കണം, നിങ്ങൾ എന്തേ ഇസ്ലാമിക വേഷങ്ങളെയും സംസ്കാരങ്ങളെയും കൈയൊഴിക്കാൻ കാരണം? നിങ്ങൾക്കതിൽ അന്തസ്സ് തോന്നുന്നില്ല അല്ലേ? എങ്കിൽ മനസ്സിലാക്കുക, ഇസ്ലാമിക വേഷത്തിലാണ് അന്തസ്സ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അന്തസ്സ് അവിടെയാണ്. അല്ലാഹു പഠിപ്പിച്ച നിയമവിലക്കുകളുടെ ചാരത്ത് നിൽക്കലാണ് മോനെ അന്തസ്സ്. നിയമങ്ങളുടെ വണ്ണം എടുത്തു കാണിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. ബോഡി ഷേപ്പ് പർദ്ദകൾ അപകടമാണ്. ധരിച്ചത് പർദ്ദയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചോ, എന്താണ് ഫാഷൻ? അതിനൊത്ത് നീങ്ങണ്ട, കാലത്തിന്റെ ഒഴുക്കിനൊപ്പിച്ച് പോവണ്ട, മറിച്ച് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു അവിടെ നിന്നോ. എന്നാൽ ഇതെല്ലാം വിട്ടു നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക സംസ്കാരങ്ങളും വേഷങ്ങളുമെല്ലാം വിട്ടു അതാ നമ്മുടെ ചെറുപ്പക്കാരങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാച്ചിക്കട്ടുമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, എലികരണ്ട തലയുമായിട്ട് അങ്ങാടിയിലൂടെ കറങ്ങുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ നോക്ക് നിങ്ങൾ, തീരെ വൃത്തിയില്ലാത്ത ഫാഷൻ, തീരെ വൃത്തിയില്ലാത്ത ഫാഷനാണ്. ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ചുറ്റുപാട്. എന്നല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എട്ടും പൊട്ടും തിരിയാത്ത 2 വയസ്സായ മോന്റെ തലയും കൂടെ അപ്പാച്ചിക്കട്ടാക്കിയെങ്കിലേ എന്റെ ഉമ്മമാർക്ക് തൃപ്തി വരുള്ളൂ എങ്കിൽ, നിങ്ങൾക്ക് മനസ്സ് വരുന്നുള്ളൂ എങ്കിൽ, ഇത് വലിയ അപകടം തന്നെ. നിങ്ങളെ മക്കളെ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിച്ചു കൊണ്ടുവരണം. നല്ലതിനോട് അവർക്ക് ആഭിമുഖ്യമുണ്ടാക്കി കൊണ്ടുവരണം. അത് ചെറുപ്പത്തിലേ ചെയ്യേണ്ടതാണ്. നല്ലതിൽ ഹരം പകർന്നു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. വേണ്ടാത്തരം ഹോബിയാക്കി നടക്കാൻ അനുവദിക്കരുത്. വസീന, അടിച്ചുപൊളിയുടെ നാളുകളാണ്. ഇതിൽ അംഗീകരിക്കപ്പെടുന്നതും അല്ലാത്തതുമൊക്കെയുണ്ട്. കൂടി പോകുമ്പോഴാണ്, ഇസ്ലാമിനെതിരാകുമ്പോഴാണ് പ്രശ്നം. അഹങ്കാരത്തോടുകൂടെ സാധുക്കളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൗഢി പ്രകടനവുമായി നടക്കുക, ഇതൊക്കെ സീനത്തിന്റെ ഭാഗങ്ങളാണ്. അതേസമയം അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹുവിന് ഭംഗി ഇഷ്ടമാണ്. നല്ല വസ്ത്രം ധരിച്ചുവെങ്കിൽ അതൊരിക്കലും വിനയത്തിനെതിരല്ല. അത് ഈ പറഞ്ഞ ആക്ഷേപാർഹമായ സീനത്തിൽ പെടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ സ്വഹാബത്തിന് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് മുത്തുനബി തങ്ങൾ മുമ്പിലുള്ള വെള്ളപാത്രം, ആ വെള്ളപാത്രത്തിലേക്ക് തലയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നബി തങ്ങൾ തന്റെ തലയെക്കെട്ട് ഇങ്ങനെ ലെവലാക്കുകയാണ്. നബി തങ്ങൾ തന്റെ തലയെക്കെട്ട് ഇങ്ങനെ നേരെയാക്കുന്നു. വെള്ളത്തിലേക്ക് നോക്കിയിട്ട്, വെള്ളം കണ്ണാടിയായിട്ടാ ഉപയോഗിച്ചത്, അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നേരെയാക്കുമ്പം ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, മുത്തുനബിയെ, നിങ്ങളാണോ ഈ പണിയൊക്കെ ചെയ്യുന്നത്? ആരാ ചോദിക്കുന്നത്? ആയിഷ ബീവി ചോദിക്കാം. ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ നിങ്ങള്, ഏത് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കരുത് എന്ന് പറഞ്ഞ നിങ്ങളാണോ ഈ പണിയെടുക്കുന്നത് എന്ന് പറയുന്നു. മോളെ ആയിഷ, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം, നല്ല ചെരുപ്പ് ധരിക്കണം, തലയെക്കെട്ട് നന്നാക്കണം. ഇത് ഞാൻ എന്തിനു പറഞ്ഞു? തലപ്പാവ് നന്നാക്കുമ്പോഴേക്ക്, അതുപോലെ തന്നെ വസ്ത്രം നന്നാക്കുമ്പോഴേക്ക് ആളെ കുറിച്ച് വളരെ മോശപ്പെട്ട രൂപത്തിൽ അത് അഹങ്കാരമാണെന്ന് ചിത്രീകരിച്ച് കളയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. വസീന, ആ സീനത്തിന്റെ വശങ്ങൾ കുറെ പറയാനുണ്ട്. പക്ഷേ അത് പറയുമ്പോഴേക്ക് നമുക്ക് സമയം വൈകിപ്പോകും. പിന്നീട് നിങ്ങൾക്കിടയിൽ പരസ്പരം ബടായി പറയലാണ്. ഞാനോ വലുത്, നീയോ വലുത്. അഹങ്കാരം കാണിക്കുക, തലക്കനം കാണിക്കുക, ഈ പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. മസിൽ പവർ കാണിക്കാൻ പാടില്ല. കാരണം റബ്ബിന്റെ മുമ്പിൽ അല്ലാഹു തന്നതാണ് ആരോഗ്യം, അല്ലാഹു തന്നതാണ് സമ്പത്ത്, അല്ലാഹു തന്നതാണ് സ്വാധീനം. ഇത് മനസ്സിലാക്കിയാൽ ഒരു വമ്പനും ഇളകില്ല. ഖാറൂൻ മുതലാളി അഹങ്കരിച്ചിട്ട് എന്തുണ്ടായി? ഖാറൂൻ മുതലാളി മുഴുവൻ ടിക്ടോക്കിൽ അതാ ഭൂമിയിൽ റോഡിലൂടെ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചാരത്ത് നിന്ന് ഇത് കണ്ടു നിന്നവർ പറയുകയായിരുന്നു,
യാ ലൈതലനാ മിസ്ല മാ ഉതിയ ഖാറൂൻ. ഖാറൂൻ മുതലാളിക്ക് കൊടുത്തതുപോലെയുള്ള ഭൗതിക പ്രൗഢി നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരെല്ലാം ആശിച്ചു പോയ രംഗങ്ങളുണ്ട്. എങ്കിൽ അവനെ എന്ത് ചെയ്തു? അവനെയും അവന്റെ കൊട്ടാരവും കൂടെ അല്ലാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞില്ലേ? അല്ലാഹു പാഠം പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല, പവർ കാണിക്കരുത്, കുടുംബ മഹിമ കാണിക്കരുത്, പാവങ്ങളെ തല്ലി തകർക്കാൻ പാടില്ല, പാവങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല, അവർക്ക് നേരെ പാരപണിയാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സമ്പത്തിലും മക്കളിലും അഹങ്കരിച്ചുകൊണ്ടിരിക്കുക, അതിൽ പെരുമ നടിക്കുക. നോക്ക് നിങ്ങൾ, ഇന്ന് എങ്ങനെയാണ് സമ്പത്തുണ്ടാക്കേണ്ടത് എന്ന കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സമൂഹത്തിന് യാതൊരു കാഴ്ചപ്പാടുമില്ലാതെയായിരുന്നു. ഇതൊരൽപ്പം ഗൗരവത്തോടുകൂടെ പറയാനാ മറ്റേതൊക്കെ ചുരുക്കി 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 വരാൻ എന്തേ കാരണം? ഈ സമ്പത്ത് അല്ലാഹു അനുവദിച്ചതാണ്. ഭൂമി ലോകത്ത് അല്ലാഹു നമുക്ക് സമ്പത്ത് അനുവദിച്ചിട്ടില്ലേ? ഉണ്ട്. അല്ലാഹു റഹ്മാനാണ്. ഇത് റഹ്മത്തിന്റെ പത്താണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഭൂമിയും അല്ലാഹു നമുക്ക് ആസ്വദിക്കാൻ തന്നു, നാളെ ആഖിറവും ആസ്വദിക്കാൻ തന്നു. നമ്മളെക്കാൾ വലിയ ഭാഗ്യവാന്മാരാരാ? അല്ലാഹു തആല ആഖിറവും ഭൂമിയും ഒരുമിച്ച് നൽകിയവരാണ് നമ്മൾ. ഈ കാര്യം നിങ്ങൾ ഓർക്കണം, ചിന്തിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ശരിക്കും അല്ലാഹുവിന്റെ പരീക്ഷണം പൂർത്തിയാകണമെങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണം പൂർത്തിയാകണമെങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഈ ഭൂമി മുസ്ലിമീങ്ങൾക്ക് ഈ ഭൗതിക സുഖം തീരെ നൽകാൻ പാടില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താ പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹ് റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഭൂമിയിൽ വഴിപ്പെട്ടവരെ അല്ലാത്തവരെ നോക്കും. ഇവിടെ സെക്യുലർ മനോഭാവമാണ് പഠിച്ചത്. നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോ അവിടെ ശരിക്കും വർഗീയവൽക്കരണമായിരിക്കും. നമ്മന്റെ ആളുകളെ മാത്രം നോക്കും. അതാണ് റഹീം, അർ-റഹ്മാൻ, അർ-റഹീം. ഈ ദുനിയാവ് നമുക്ക് ആസ്വദിക്കാൻ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ഈ ദുനിയാവും ആസ്വദിക്കാം, അതുപോലെ തന്നെ നാളെ പരലോകവും നിങ്ങൾക്ക് ആസ്വദിക്കാം. രണ്ടുണ്ട്. ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്താ? ദുനിയാവ് ഒരു ആഖിറവും കൊടുക്കുകയായിരുന്നു. കാരണം ദുനിയാവും ആഖിറവും തമ്മിൽ എത്ര അന്തരമുണ്ട് എന്നറിയോ നിങ്ങൾ? ദുനിയാവും ആഖിറവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അല്ലാഹു റഹ്മത്തിനെ സൃഷ്ടിക്കുന്ന നാളിൽ 100 റഹ്മത്തായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. 100 അനുഗ്രഹമായിട്ടാണ് അല്ലാഹു അനുഗ്രഹത്തെ സൃഷ്ടിച്ചത്. എന്നിട്ടോ 99 അനുഗ്രഹങ്ങൾ പടച്ച റബ്ബിന്റെ അടുത്ത് അല്ലാഹു സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ്. അത് ഇങ്ങോട്ട് വിട്ടുന്നിട്ടില്ല. പിന്നെയോ അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് മൊത്തം അല്ലാഹു അവതരിപ്പിച്ചത് ഒരേ ഒരു റഹ്മത്ത് മാത്രമാണ്. ഇത് ഞാൻ പറയുന്നത് ഒന്ന് ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു ഇറക്കിത്തന്നത് ഒരേ ഒരു റഹ്മത്ത് മാത്രം. അപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത്? നിങ്ങൾ എന്റെയും വീട്ടിലുള്ള ആസ്തിയെ കുറിച്ചല്ല ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞത്. ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കൊടുവള്ളിയിലെ ആസ്തിയെ കുറിച്ചല്ല, കോഴിക്കോട് ജില്ലയിലെ ആസ്തിയെ കുറിച്ചല്ല, കേരളത്തിന്റെ ആസ്തിയെ കുറിച്ചല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആസ്തിയെ കുറിച്ചല്ല, വൻകിട രാഷ്ട്രങ്ങളുടെ ആസ്തിയെ കുറിച്ചല്ല, മറിച്ച് ഈ രാജ്യങ്ങളുടെ മുഴുവൻ ആസ്തി നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കാം. സങ്കല്പിക്കാം, കോടാനക്കോടി, പിന്നെയും കോടാനക്കോടി ഡോളറുകളുടെ ആസ്തി ഉണ്ടാകുന്ന കാര്യം ഉറപ്പല്ലേ? എങ്കിൽ ഇങ്ങനെയാണ് വിഷയമുള്ളതെങ്കിൽ, ഇത്രയും വലിയ ആസ്തി ഉണ്ടെങ്കിൽ ഇത് പേദാ അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് പൂർണ്ണാണോ? അല്ല. എന്തുകൊണ്ട്? ഭൂമിയുടെ 4/1 ഭാഗമാണ് കര. കടലിന് 3 ഇരട്ടി അങ്ങേപുറത്ത് കിടക്കുന്നുണ്ട്. ആ കടലിലേക്ക് ഇറങ്ങിയാൽ
ഇനിയും ഈ ഭൂമി ലോകത്ത് ഇതിന്റെ 10 ഇരട്ടി ജനങ്ങൾ വന്നാൽ ജീവിക്കാനുള്ള വിഭവങ്ങൾ കടലിലുണ്ട് എന്ന് കടലിലേക്ക് ഇറങ്ങിയ അന്വേഷകർ ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കടലിനെ നിങ്ങൾക്ക് ഒരുക്കിയിരുന്നു എന്ന് പറഞ്ഞ ആയത്തില് അള്ളാഹു നിങ്ങൾക്ക് മത്സ്യം പിടിച്ചു തിന്നാൽ നിങ്ങൾക്ക് അലങ്കാര വസ്തുക്കളായ മുത്തും പവിഴവും പെറുക്കാൻ എന്ന് പറഞ്ഞ അള്ളാഹു നിർത്തിയില്ല. അത് സ്വഹാബത്തിന്റെ കാലത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, ഖുർആനിന്റെ അവതരണ കാലത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അറ്റമില്ലാത്ത റബ്ബിന്റെ ആ അനുഗ്രഹം ഒരുപാട് കടലിലുണ്ട്. ഇറങ്ങാൻ പറ്റുന്ന സമയത്ത് ഇറങ്ങാൻ പറ്റുന്ന ഉപകരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ശേഷി ഞാൻ തരുമ്പോൾ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങണം, ആ ഉപകരണങ്ങൾ പെറുക്കി വരണം. ഭൂമിയിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞ് സന്താന നിയന്ത്രണത്തിന് മുറവിളി കൂട്ടുന്നതിന് പകരം നിങ്ങൾ കടലിനടിയിൽ പോയിട്ട് ആ കടലിലെ വിഭവം പെറുക്കിക്കൊണ്ടുവാ. എന്തിന്? കരയിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ. ശാസ്ത്രം ഇനി എത്ര പുരോഗമിച്ചാലും കടലിനടിയിൽ എന്തു തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു വാചകത്തിൽ അതെല്ലാം ഒതുങ്ങി നിൽക്കുന്നു. പോകണം, അന്വേഷിക്കണം. സൂറത്തുർ റഹ്മാനിൽ ഇതിലേക്ക് സൂചനയുണ്ട്. അതിലേക്കൊന്നും കടന്നു വരാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് കടക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കരയിലും കടലിലെ എന്തെല്ലാം അത്ഭുതങ്ങൾ, ആ അനുഗ്രഹങ്ങളെല്ലാം കടലിലെ ഈ മൊത്തം അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഒരു റഹ്മത്തിന്റെ ഭാഗമാണ് നാം പറഞ്ഞത്. അപ്പൊ ഒരു റഹ്മത്ത് ഇങ്ങനെയാണെങ്കിൽ അള്ളാഹ് എടുത്തു വെച്ച 99ന്റെ കടുപ്പ് എത്ര ഉണ്ടാവും? ഈ 99 എന്തിനാണ് എടുത്ത് സൂക്ഷിച്ചു വെച്ചത്? സ്വർഗത്തിൽ തന്നെ അനുസരിച്ചവരെ സുഖിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു അനുഗ്രഹത്തിന്റെ മുമ്പിൽ പലപ്പോഴും നമ്മൾ വഞ്ചിതരാകുന്നു. ഇതാ നമ്മൾ പറഞ്ഞത്, ഭൗതികതയുടെ അതിപ്രസരം നമ്മെ വഞ്ചിക്കുന്നു. എന്തേ കാരണം? ഒരു അനുഗ്രഹത്തിന്റെ പൊട്ടും തെല്ലും അല്ലെ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് നഷ്ടപ്പെടുത്തുന്നത്? 99 നഷ്ടപ്പെടുത്തുന്നത്. എന്നാ ഈ ഒരു അനുഗ്രഹം നമുക്ക് അനുവദിക്കൂലേ? അനുവദിക്കും. ഹലാലായ മാർഗത്തിൽ നിയന്ത്രണമുണ്ട്, നിയന്ത്രണ വിധേയമായിട്ടായിരിക്കണം. നിയന്ത്രണം വിട്ടുപോകാൻ പാടില്ല. ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കാൻ പാടില്ല. ഒരനുഗ്രഹം നിങ്ങൾക്ക്, ഒരു റഹ്മത്തിന്റെ പൊട്ടും തെല്ലും നിങ്ങൾക്ക് വാങ്ങേണ്ടതുപോലെ. അല്ലാതെ വാങ്ങിയാൽ 99 നഷ്ടപ്പെടുന്നു. നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യരാരാ? ആലോചിച്ച് നോക്ക്. അപ്പൊ ആ 99 ഒരുമിച്ച് കളിയാടുന്ന സ്വർഗത്തിന്റെ രൂപം നമുക്ക് ഇവിടുന്ന് വർണ്ണിക്കാൻ കഴിയോ? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫീഹാ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണുകൊണ്ടും കാണാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, രൂപപ്പെടുത്താൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളാണ് കേട്ടോ സ്വർഗ്ഗലോകം. എന്തേ കാരണം? ഒരു റഹ്മത്തിന്റെ എട്ടാവട്ടത്തിൽ നിന്ന് 99 റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയോ? റസൂലുള്ള പറഞ്ഞതാണല്ലോ അത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത റഹ്മത്തിനെ 7 അംശമായി 100 അംശമായി സൃഷ്ടിച്ചു. ഒറ്റ ഒന്ന് ആ ഭൂമിയിലേക്ക് ഇറക്കിയ 99 എടുത്തു വെച്ചു. എന്തിനു? മുഅ്മിനീങ്ങളെ സുഖിപ്പിക്കാൻ. എന്നിട്ടോ ഈ ഒരു റഹ്മത്ത് കിട്ടുന്നു കേട്ടാ നമ്മളെ ഇളകുന്നു ഇല്ലേ? ഇത് കിട്ടുന്നു കേട്ടാ നമ്മളെ ഇളകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മൈനോറിറ്റി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു 400 രൂപ മാസം തോറും കിട്ടുമല്ലോ. എന്താ ഒരു പുക! അത് നമ്മുടെ നാട്ടിലങ്ങ് പരന്നപ്പോഴേക്ക് നമ്മൾ ക്യൂ നിന്നു. മുദ്ര പേപ്പറിന് 8-9 മണിക്കൂർ ക്യൂ നിന്നു. കണ്ടോ നിങ്ങൾ? ഒരു റഹ്മത്തിന്റെ പൊട്ടോ തെല്ലോ കിട്ടിയാൽ 8-9 മണിക്കൂർ വിഷയമല്ല. എന്നാൽ അന്ന് നിങ്ങളോട് ഒരു ജുസ് ഖുർആൻ ഓതിയ ഓഫർ ചെയ്യുന്നതോ 99ന്റെ ഭാഗം തരായെന്ന, സ്വർഗം തരായെന്ന. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, ഈ മനുഷ്യനേക്കാൾ വലിയ വിധിയാരാ? ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്തേ ഇതിന്റെ കാരണം? ആഖിറത്തിൽ വേണ്ടത്ര വിശ്വാസമില്ല എന്നുള്ളതാണ്. ആഖിറത്തിൽ വിശ്വാസമില്ല. ഇവിടുന്ന് വല്ലതും കിട്ടാണ്ടെങ്കിൽ പറയാം ആഖിറത്ത് അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്ന ടീമാണ് നിങ്ങൾ. ഈ പറഞ്ഞ ഓഫർ നടപ്പിലാക്കുന്ന വല്ല ഉറപ്പുണ്ടോ? കാരണം 6 മാസം കഴിഞ്ഞിട്ട് നടപ്പിലാക്കേണ്ട സമയത്ത് ഇത് പ്രഖ്യാപിച്ച ഗവൺമെന്റ് കസേരയിലുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേക്ക് വീണിട്ടുണ്ടാവും. ഇനി കസേരയിൽ ഉണ്ടെങ്കിൽ തന്നെ തരാനുള്ള ഫണ്ട് ഉണ്ടാവണമെന്നില്ല. ഫണ്ടും ഉണ്ട്, തരണം എന്ന് വിചാരിച്ചു ചെയ്തു എന്നാൽ മറ്റൊരാൾക്ക്, മറ്റൊരു കൂട്ടർക്ക് അതിന് പാരവെക്കാൻ കഴിഞ്ഞുകൂടായികയുമില്ല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഓഫർ ലംഘിക്കോ? ഒന്നല്ല 99 നൽകിയതെന്നാൽ ലംഘിക്കോ? പടച്ചവനെ, നീ ഓഫർ ലംഘിക്കാത്തവനാണ്. അല്ലാഹു കരാറ് ലംഘിക്കാത്തവനാണ്. അല്ലാഹുവിന്റെ വഅദ സത്യമാണ്, അത് നടക്കാനുള്ളതാണ്.
അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് തിരുത്തില്ല. അള്ളാഹ് പറഞ്ഞതുപോലെയാണ്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയൂല. ഇമാം സുയൂത്തി ഇതിന് വ്യാഖ്യാനം എഴുതി അള്ളാഹുവിന്റെ ഓഫറുകൾക്ക് ലംഘനമില്ല. ലാ തബ്ദീല ലികലിമാത്തില്ല. പറഞ്ഞ പോലെയാണ്. ഇത്രയൊക്കെ ഉറപ്പ് നമുക്കുണ്ട്. എന്നിട്ട് ഒരു ജുസ് ഖുർആൻ ഓതാൻ നമുക്കാവോ? അരമണിക്കൂർ നിസ്കരിക്കാൻ നിൽക്കാൻ നമുക്കാകോ? ആകൂല. നമ്മൾ ഭൗതികതയുടെ പിന്നാലെയാണ്. എന്തുകൊണ്ട്? നമുക്ക് ഈ ഒരു റഹ്മത്തിനോടാണ് കൂടുതൽ താല്പര്യം. ഒരു റഹ്മത്ത് മുഴുവനോ അല്ല. എന്നാൽ ഇതിനു വേണ്ടി ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ കൊല്ലും. 1000 രൂപ കിട്ടുന്നത് ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ കൊല്ലും. 10 രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ വേണമെങ്കിൽ കശാപ്പ് ചെയ്യാൻ ഒരു വിഷമവും ഉണ്ടാകൂല. ഏതു വലിയ ചൂഷണ മാർഗങ്ങളിലൂടെയും സമ്പാദിക്കുക എന്ന ഒരു മുദ്രാവാക്യമാണ് ആധുനിക മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഷെയർ ബിസിനസ്സുകളുടെ കടന്നുകയറ്റം ഇന്ന് ആ ഒരു യുഗമാണ്. എല്ലാവരും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിക്കാൻ അത്യാവശ്യം മാർഗവും ഏർപ്പാടും ഒക്കെ ഉള്ള ഒരാൾ തന്നെ ഇരിക്കുന്ന കൂരയും ഇടവും ഒക്കെ എവിടെയെങ്കിലും പണയപ്പെടുത്തിയിട്ട് ഒരു 10 ലക്ഷം ഉണ്ടാക്കിയിട്ട് എവിടെയും കൊണ്ടേയിടുകയാണ്, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം. ഇത് കൊണ്ടയിട്ട അന്ന് മുതൽ അയാൾക്ക് സമാധാനമില്ല. ഞാൻ വായിക്കാൻ പോകുന്നത്, ഞാൻ വായിച്ചു വെച്ച ഹദീസ് വല്ലാത്തൊരു ഹദീസാണ്. മൻ അസ്ബഹ വദ്ദുനിയ അക്ബറു ഹമ്മിഹി. ദുനിയാവ് വലിയ ഒരു ടെൻഷനായി നേരം പുലരുന്ന, എന്നും നേരം പുലരുന്ന ആൾക്കുള്ള അവസ്ഥ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 4 വഴിയാബാധകൾ അയാളുടെ പിന്നാലെ ഉണ്ടാകും. അൽസമ ഖൽബഹു അർബഅ ഖിസാൽ. അത് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നുണ്ട്. നോക്ക് നിങ്ങൾ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. എന്നിട്ട് നമ്മളോട് ഈ ഷെയറൊക്കെ സ്വീകരിച്ച ഇദ്ദേഹം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴാ അയാൾ മുങ്ങുന്നത് എന്ന് പറയാൻ പറ്റില്ല. മുങ്ങിയാ പിന്നെ അയാൾ കരയല്ലാതെ, അല്ലെങ്കിൽ അയാളെങ്ങാനും കൊലക്കയറെടുത്ത അയാളും എടുക്കല്ലാതെ ഒരു നിർവാഹമില്ല. ഞാൻ പറയുന്നു, സമൂഹം ഓർക്കിടുമാർ ഇനിയും ഇവിടെ ആവർത്തിക്കപ്പെടും. അത് സമൂഹം ഉണ്ടാക്കി തീർക്കുക കുറെ. എന്തുകൊണ്ട്? തീരെ ഹലാലും ഹറാമും നോക്കുന്നില്ല. ഷെയർ ബിസിനസ് ഹറാമാണെന്ന് പ്രഖ്യാപിക്കല്ല. ഷെയർ ബിസിനസ് എന്ന ഒരു ബിസിനസ് ഇസ്ലാം അനുവദിച്ചതാണ്. അതിനുവേണ്ടി പ്രത്യേകം ചാപ്റ്ററുകൾ ഫിഖ്ഹിലുണ്ട്. പക്ഷേ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ വളരെ പ്രയാസപ്പെടും, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. സ്വാഭാവികമാണ്. ഷെയർ ബിസിനസ്സുകാർ വഞ്ചിക്കലാണ് പതിവ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് ഞാൻ ആയത്തോതാം. ഷെയർ ബിസിനസ് അനുവദനീയായ ഹലാലും ഹറാമും നോക്കിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നെന്താ ചെയ്യുന്നത്? 1 ലക്ഷം റുപ്യ ചെന്നിട്ട് വില പേശിയാണ്. 1 ലക്ഷം റുപ്യ ഇടും. എത്ര തരും? ഇപ്പം പറയുന്നത് 2000. ഏവർത്ത് 3000 പറഞ്ഞത് അത് പോരായിട്ട് അങ്ങോട്ട് വന്നത്. ഇങ്ങനെ ഫിക്സ്ഡ് റേറ്റ് പറഞ്ഞ് ഇത്ര വേണമെന്ന് പറഞ്ഞാൽ അത് പലിശയാണെന്ന് അറിയാത്ത പോലെ ആരുമില്ല. എന്നാൽ ഇത് ഉരുട്ടി വിഴുങ്ങിയിട്ട് നാളെ സ്വർഗം കിട്ടുന്ന ആരും പ്രതീക്ഷിക്കണ്ട. എന്തുകൊണ്ട്? ഹറാമായ വഴിക്ക് സമ്പാദിച്ചാൽ പറ്റില്ല. നേരെ മറിച്ച് ലാഭവിഹിതാവണം. ഒരേ ലെവലിൽ നിൽക്കരുത്. പല മാസങ്ങളിൽ ഏറുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹലാലായ രൂപത്തിലാണെങ്കിൽ ഓക്കെ. അത് ഒരു പക്ഷേ മറ്റോ നമ്മളെ പറ്റിക്കായിരിക്കും. അതിനും പറയണം. ഈ ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് അതിന് ഓരോരുത്തർ കണക്കുണ്ടാവും. എന്നിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. എന്നാലും ഈ ആൾ അതിൽ നിന്ന് രക്ഷപ്പെടും. ഇയാൾ അതിന്റെ ബാഹിർ മാത്രമല്ലേ അറിയുള്ളൂ. പ്രത്യക്ഷ സ്വഭാവം അദ്ദേഹത്തിന് അറിയും. മറ്റേത് അദ്ദേഹം അറിയേണ്ടി വരും. അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു ഫിക്സഡ് റേറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ. ലാഭവിഹിതം കിട്ടേണ്ടത് ഷെയർ ഹോൾഡേഴ്സിന് മുഴുവൻ കൊടുക്കുന്നവർ വളരെ കുറവാണ്. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു സംഭവം വായിക്കാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരിക്കലും ഒരു പ്രശ്നം വന്നു. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഒരാൾ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു വിഷയത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്താണ്? ഞാനും ഒരു സുഹൃത്തുമായി വലിയ പ്രശ്നത്തിലാണ്. ആ പ്രശ്നം തീർത്തു തരണം. ദാവൂദ് നബി അലൈഹിസ്സലാം അന്ന് പ്രശ്നങ്ങൾ തീർക്കുന്ന കോടതിയായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റേത്. എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് തീർത്തുവിടുമായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. തന്റെ ജീവിതത്തിൽ 3 ദിവസം ഇങ്ങനെ മാറ്റിവെച്ചേക്കായിരുന്നു. ഒരു ദിവസം ആരാധിക്കാൻ, ഒരു ദിവസം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിലൊക്കെ ആരാധന ഉണ്ടാവും. പക്ഷെ സുന്നത്തായ കർമ്മങ്ങൾ ആരാധിക്കാൻ വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചു. എന്നിട്ട് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സുന്നത്തായ, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ. അപ്പോഴും നിർബന്ധമായ ബാധ്യതകൾ കിട്ടും, പ്രധാനപ്പെട്ട സുന്നത്തുകളും കിട്ടും. പിന്നെ ഒരു ദിവസം ദർബാറിന് വേണ്ടി മാത്രം നീക്കിവെക്കും. അന്ന് പ്രശ്നങ്ങളും പരാതികളും കേൾക്കാനാണ് ദാവൂദ് നബിക്ക് വലിയ ഒരു കഴിവുണ്ടായിരുന്നു. എത്ര കുഴഞ്ഞു മറിഞ്ഞ വിഷയം തന്റെ മുമ്പിലെത്തിയാലും അത് ഞൊടിയിട കൊണ്ട് സോൾവ് ചെയ്യുമായിരുന്നു. ഇത് ദാവൂദ് നബിയുടെ കഴിവായിരുന്നു. അങ്ങനെ എല്ലാവരും വരുമായിരുന്നു. ദാവൂദ് നബി പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യായിരുന്നു. ഒരാൾ വരുന്നു, വന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു ചങ്ങാതിയും കൂടെ ഒരു ഏർപ്പാട് തുടങ്ങി. ഒരാടിൻ കച്ചവടമാണ് തുടങ്ങിയത്.
ആ ആട്ടിൻ കച്ചവടം തുടങ്ങിയപ്പോ അയാൾക്ക് 99 ആടുണ്ട്, എനിക്ക് ഒരൊറ്റ ആടാവുള്ളത്. ആ ഒരാട്, അതിൽ നിന്നുള്ള ലാഭവും ആ ആടും അതെനിക്ക് തരേണ്ടതല്ലേ? അയാൾ തന്നില്ല. 99 അയാൾ എന്നെ മുക്കി, ആകെ ഒരാടുള്ള എന്നെ. അല്ലേ? എങ്ങനെയാണ് ഷെയർ ബിസിനസ്സുകാർ പലപ്പോഴും വഞ്ചിക്കപ്പെടലും. ഇയാൾക്ക് ആകെ ഉണ്ടാകുക കൊടുത്ത 1 ലക്ഷം തന്നെ ഉണ്ടാവുള്ളൂ ആകെ ആസ്തി. മറ്റോനങ്ങനെയല്ല, 10-20 ഒക്കെ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ പാവത്തെ എങ്ങനെയോ ഉണ്ടാക്കി ഈ 1 ലക്ഷം ഇവൻ പിടുങ്ങുന്ന സ്വഭാവ കാണാറുള്ളത്. അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് പറഞ്ഞപ്പോ പറയുന്നു, ഒരു നല്ല മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്, സത്യസന്ധമായ തീരുമാനം തരണം. ഞാനും ഇയാളും വലിയ പ്രശ്നത്തിലാണ്, ഹക്കടപാട് കിട്ടാനുണ്ട്. എന്റെ ഒരാടിനെ അയാൾ കൊണ്ടുപോയി, എന്റെ 1 ലക്ഷം കൊണ്ടുപോയി എന്ന് അറിയുന്നത് പോലെയാണ്. ഒരു ആടിനെ കൊണ്ടുപോയി, ഇയാൾക്ക് 99 ഉണ്ട്. എന്നിട്ട് അയാൾ ഇത് ചെയ്യാൻ പാടുണ്ടോ? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഇദ്ദേഹം തുടർന്ന് അവതരിപ്പിക്കുന്നു, ഇന്ന ഹാദാ അഖീ, എന്റെ ഈ കൂട്ടുകാരൻ, ലഹു 99 നഅജ, ഇദ്ദേഹത്തിന് 99 ആടുണ്ട്. വലിയ നഅജത്തുൻ വാഹിദ, എനിക്കൊരൊറ്റ ആട് മാത്രാവുള്ളൂ. എന്നിട്ട് ഫഖാല, ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഈ ഏർപ്പാടിൽ ഇയാൾ അവസാനം കണക്കൊക്കെ കൂട്ടി പറ്റിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്ത് കച്ചവടം നട്ടാണെന്നോ, നട്ടത്തിലാ ഓടുന്നത് എന്നോ, പൊളിഞ്ഞു പോയി എന്നോ ഒക്കെ പറഞ്ഞ് എന്റെ ആടിനെ തിരിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു, അക്ഫിൽനിഹാ, അതും കൂടെ ഇങ്ങോട്ട് ഏൽപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. എന്നിട്ടോ ഇത്ര വലിയ കൊടിയാക്രമം ഇയാൾ ചെയ്തു എന്നതല്ല വിഷയം. ഇപ്പോഴോ 4 ആളെ കൂട്ടി മദ്യത്തിന് വിളിക്കുകയാണെങ്കിൽ അയാൾ പറഞ്ഞു നോക്കിയാൽ ഒരു തെറ്റും അയാൾ ഉണ്ടാവില്ല. അത്തരം വാചക കസർത്തുകളാണ് ഈ തരത്തിലുള്ള ഈ ഷെയർ ബിസിനസ്സുകൾ നിയന്ത്രിക്കാറുള്ളത്. വാചക അടിക്കാൻ നല്ലോണം കഴിയണം. അവർക്കാണ് ഇത് പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ഒരാഴ്ച 20 വയസ്സേ ആ ചെറുപ്പക്കാരനുള്ളൂ, എത്രയാൾ കയ്യിലാക്കി. നമ്മൾ കണ്ടു, കേട്ടു, വേദനിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ? എന്നാൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അതിന് പരിഹാരം പറയുന്നു. ഞാന് എന്റെ സാധനം പിടിച്ചടക്കിയെന്നല്ല, വർത്തമാനം പറയുമ്പോ അയാൾ എന്നോട് സംസാരിക്കുമ്പോ എന്നെ ഓവർടേക്ക് ചെയ്യുവാൻ. മറുപടി പറഞ്ഞു, ദാവൂദ് നബിയുടെ മറുപടി, നിന്റെ ആടിനെ, ആകെ നിനക്കുള്ള ഒരാടിനെ അയാളുടെ ആടുകളോടൊപ്പം ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിന്നോട് വലിയ അക്രമമാണ് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നു, ഈ വിഷയത്തിൽ തീരുമാനം കൊടുത്ത് ഇയാൾ മഹാ അക്രമിയാണ്, നീ അത് തിരിച്ചു കൊടുക്കണം ഇയാൾ. എന്നിട്ട് പിന്നെ ഒരു പൊതു നിയമം പറയാം, മോനെ ഇനി കൊണ്ടുപോകരുത് കേട്ടോ. അതിനാണ് ഈ പൊതു നിയമം പറയുന്നത് കേട്ടോ. കൂട്ടിക്കലർത്തി ഏർപ്പാട് നടത്തുന്ന അധിക ആളുകളും ഷെയർ ബിസിനസ്സുകാരിൽ അധിക പേരും ഒരാളൊരാളെ പറ്റിക്കലാണ്, ആക്രമിക്കലാണ് സ്വഭാവം. കൂട്ടിക്കലർത്തി ഏർപ്പാട് നടത്തുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, എന്നാൽ അതിൽ സത്യസന്ധമായി തഖ്വയോടെ കച്ചവടം നടത്തുന്നവരുണ്ട്. ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുന്നവരുണ്ട്, ഈമാനും അമലുസ് സാലിഹാത്തും ഉള്ളവർ. ഇത് പറയുമ്പോ നേരെ ചൊവ്വേ കച്ചവടം നടത്തുന്നവരുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നാ അവരെന്താ പകുതി ആയിരിക്കോ? ഇല്ല. മഹാനവറുകൾ പറയുന്നു, പക്ഷേ അവരെത്ര വിരളമാണ്. കണ്ട നിങ്ങൾ, കൂട്ടിക്കലർത്തി ഏർപ്പാട് നടത്തിയിട്ട് പറ്റിക്കാതെ ഓരോരുത്തർക്കും അവനവന്റെ ഹക്ക് കൊടുക്കുന്നവൻ എത്ര വിരളമാണ്. അങ്കുലി പരിമിതമല്ലേ. ഖലീലുൻ എന്നല്ല പറഞ്ഞത്, വളരെ 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 തുച്ഛം. അപ്പൊ അങ്ങനത്തെ ആളുകൾ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്തരം അപകടങ്ങളിൽ ചെന്ന് വീണ് നമ്മളും കൊലക്കയറേണ്ട അവസ്ഥ ഉണ്ടാക്കി തീർക്കരുത്. അടിച്ച ആ വിഷയത്തെ എതിർത്തതല്ല, അടിച്ചാക്ഷേപിച്ചതല്ല, അതിനൊരു നല്ല വശമുണ്ട്. പക്ഷേ നല്ല വശത്തിൽ അത് മുന്നോട്ട് നീക്കുന്നവർ വളരെ ചുരുക്കം. അവര് വളരെ വളരെ കുറവാണ്, തുച്ഛമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇനി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനാണ്, ഇങ്ങനെ ഹലാലും ഹറാമും ഒന്നും നോക്കാതെ എന്ത് തിന്നാലും എന്താ വയറ് നിറയൂലേ എന്ന് ചോദിക്കുന്ന ചുറ്റുപാട്, ഇത് നമ്മൾ അവസാനിപ്പിക്കണം കേട്ടോ. ഇത് നമുക്ക് അപകടം ചെയ്യും.
നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി പറഞ്ഞു, ഈ ദുനിയാവിന്റെ അതിപ്രസരവുമായി നടക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, ഒരാള് നേരം പുലരുന്ന സമയത്ത് ദുനിയാവാണ് അയാളുടെ ഏറ്റവും വലിയ ടെൻഷനെങ്കിൽ നേരം വെളുക്കുമ്പോ തന്നെ ഇയാൾ 100 കൂട്ടം ശോകല് ദുനിയാവിന്റെ ശോകമായിട്ടാണ് എഴുന്നേൽക്കുന്നത് തന്നെ. ഒരാള് നേരം പുലർന്നു, ദുനിയാവാണ് അയാളുടെ ഏറ്റവും വലിയ ടെൻഷൻ. എണീക്കുമ്പോ തന്നെ അവിടെ പോകണം, മറ്റോടത്ത് പോകണം, അവിടെ രജിസ്റ്റർ ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ കച്ചവടം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് ബ്രോക്കറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്ത് അയാൾ ഒരു ചുക്കുമല്ല. റസൂല് പറയാ, രാവിലെ പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ സുബഹി നിസ്കരിക്കണമല്ലോ എന്നല്ല അയാൾ ചിന്തിച്ചത്, ഖുർആൻ ഓതണമല്ലോ എന്നതല്ല ചിന്തിച്ചത്. അയാൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോ ചിന്തിച്ചത്, എനിക്കിനി എന്തെല്ലാം ഏർപ്പാടുകൾ ചെയ്യണം, ദുനിയാവിന്റെ പിന്നാലെ ഓടണമെന്നാണ്. അള്ളാഹുവിന്റെ അടുത്ത് അയാൾക്ക് ഒരു നിലയും വിലയുമില്ല, അയാൾ വട്ടപൂജ്യമാണ്. അയാളുടെ മനസ്സിനെ, അയാളുടെ ഹൃദയത്തെ അള്ളാഹു പിന്തുടർത്തും, ഒഴിയാപാതയായി അയാളുടെ കൂടെ അള്ളാഹു വെക്കും. 4 കാര്യങ്ങൾ അയാളുടെ പിന്നാലെ ഉണ്ടാകും, അത് വിട്ടൊഴിഞ്ഞു പോകില്ല. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒരിക്കലും തീരാത്ത ടെൻഷൻ, ഒന്നത് തന്നെയാണ്. അതല്ലേ ഇങ്ങനെ എഴുന്നേൽക്കുന്ന ആൾക്ക് എപ്പോഴും ടെൻഷനായി. എപ്പോ നമ്മൾ ചോദിച്ചാൽ ഒരു സുഖമില്ല ഉസ്താദേ, കാരണം ടെൻഷനോട് ടെൻഷനാണ്. ഇവിടെ നിൽക്കുമ്പോ കോഴിക്കോടുള്ള കച്ചവടം, കോഴിക്കോടുള്ള ബിസിനസ് സ്ഥാപനത്തില് അവിടെ ഏൽപ്പിച്ച തൊഴിലാളികൾ എന്നെ പറ്റിക്കുന്നുണ്ടോ എന്നുള്ള പേടി. അപ്പോഴേക്ക് അത് ബേജാറാണ്. അവിടെ പോയി അപ്പോഴേക്ക് കൊടുവള്ളിക്കാരെന്താ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേക്ക് അബുദാബിയിലുള്ളവര് നമ്മെ ആകെ മുക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും ഇയാൾക്ക് ഏർപ്പാടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോ എപ്പോഴും ടെൻഷൻ തന്നെയായി. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ടെൻഷൻ, തീരാത്ത ശോകല്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഒരു നേരത്തെ ശോല് തീരുന്നില്ല. ക്ലാസ്സിന് വരാൻ പറഞ്ഞാലും ഇല്ല, പള്ളിക്ക് വരാൻ പറഞ്ഞാലും ഇല്ല. പൈസ വേണമെങ്കിൽ ഞാൻ തരാന്ന് പറയും, ബാക്കിയുള്ളതിനൊന്നും ഓല കിട്ടൂല. കാരണം ശോകലോട് ശോകല. തീരാത്ത ശോകലുമാണ്. ഒരിക്കലും സമൃദ്ധി കണ്ടെത്തിക്കാത്ത, ഒരിക്കലും സമൃദ്ധിയിലെത്താത്ത ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ നിന്നവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ സമ്മതിക്കും, ഇത് മാത്രം സമ്മതിക്കൂല. എന്ത്? വലിയൊരു മുതലാളിക്ക് അയാൾക്ക് ഒരിക്കലും സമൃദ്ധി വരാത്ത ദാരിദ്ര്യമായിരിക്കും. അത് സമ്മതിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കോടികളുടെ ആസ്തിയുള്ള ആൾക്ക് എന്ത് ദാരിദ്ര്യം? എന്താ റസൂലുള്ളാഹി പറയുന്നത്? സംഗതി ശരിയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നും ഇവന് ദാരിദ്ര്യമായിരിക്കും. ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർത്തിയെ പേടിച്ചോ, സിംഹത്തെ കരുതുന്നത് പോലെ നിങ്ങൾ കരുതിയിരിക്കണം ആർത്തിയെ. ആർത്തി എന്നത് വല്ലാത്ത ഒരു മഹാരോഗമാണ്, ഒരു മാരക രോഗമാണ് കേട്ടോ ആർത്തി. ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ. അത് ദാരിദ്ര്യമാണ്. ആർത്തി ദാരിദ്ര്യമാണ്, ആർത്തി ദാരിദ്ര്യമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് സമൃദ്ധി ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദാരിദ്ര്യം, അത് എന്നും അവരുടെ കൂടെയുണ്ടാകും, ഒഴിയാപാതയായി ഉണ്ടാകും. കാരണം ആർത്തി കൂടുന്തോറും ആ മനുഷ്യന് ദാരിദ്ര്യമായിരിക്കും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഷയമാണ് ദാരിദ്ര്യമായിരിക്കും. ആർത്തി കൂടുന്തോറും ദാരിദ്ര്യമായിരിക്കും എന്നത്. എന്നാൽ ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് മനസ്സിലാക്കി തരാം. അത് ദാരിദ്ര്യമാണ്. എങ്ങനെയാ കോടിക്കണക്കിന് ഉറുപ്പുണ്ടായ ദാരിദ്ര്യം ഉണ്ടാകുക? ആർത്തി ഉണ്ടെങ്കിൽ ഉണ്ടാവുക. ആർത്തി ഉള്ളവനാണല്ലോ അതിന്റെ പിന്നാലെ എങ്ങനെ നടക്കുക.
ഒരു ഷൊഗലു മറ്റു ദീനീ കാര്യങ്ങൾക്കൊന്നും ഒഴിവില്ലാതെ ഷൊഗലുമായിട്ട് നടക്കണമെങ്കിൽ, അതൊരു വലിയ ടെൻഷനാക്കി നടക്കണമെങ്കിൽ ആർത്തി ഉണ്ടാവണം. ആർത്തി ഉണ്ടാകുമ്പോ ദാരിദ്ര്യം വരുന്നത് എങ്ങനെയാ? അതെ, കെട്ടുകണക്കിന് കാശ് അവന്റെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. കോടിക്കണക്കിന് ഉറുപ്പിക അവന്റെ വീട്ടിലുണ്ടാവും, അവന്റെ അലമാരിയിലുണ്ടാവും, അവന്റെ മണിപ്പേഴ്സിൽ കാശുണ്ടാകും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭാര്യ പറയുന്നു എനിക്ക് വലിക്കുന്നു, ഭാര്യ പറയുന്നു എനിക്ക് തലവേദനയുണ്ട്, അല്ലെങ്കിൽ ഭാര്യ പറയുന്നു എനിക്ക് കലശലായ രോഗമാണ്, എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇയാൾ ചോദിക്കും ഭാര്യയോട്, ആർത്തിയുള്ളവൻ ചോദിക്കും, അയാൾ ഇങ്ങനെ കണക്കൂട്ടും, പോയാലിപ്പോ പരിശോധനാ ഫീസ് ഇത്ര, മരുന്നിന് ഇത്ര, ഒരു 100-500 ഒരു വഴിക്ക് അങ്ങോട്ട് നടക്കും ഉറപ്പാ. അപ്പൊ ഭാര്യയോട് ചോദിക്കും, 2 ദിവസം കൂടി നിന്ന് നോക്കിക്കൂടെ, നിങ്ങള് അങ്ങേപ്പുറത്ത് കൂലിപ്പണിക്കാരൻ ഭാര്യക്ക് സുഖമില്ല എന്ന് പറയുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടാവും, മുതലാളി എത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇത് അങ്ങോട്ട് ഇറങ്ങുന്നതിലുള്ള വിഷമമാണ്. അപ്പോൾ ചില്ലിക്കാശിന് വകയില്ലാത്തവന്റെ ഭാര്യ കഴിയും പോലെ കഴിയേണ്ടി വരും. മുതലാളിയുടെ ഭാര്യ ആർത്തിയുണ്ടായാൽ കാശ് ചെലവാക്കേണ്ട സ്ഥലത്തും ചെലവാക്കില്ല, അപ്പോൾ അത് ദാരിദ്ര്യം തന്നെയാണ്. മുതലാളിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കോടികളുടെ ആസ്തിയുള്ളവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കളെ പഠിപ്പിക്കാൻ കാശ് അവനിറക്കില്ല, ആ ഭാര്യക്ക് വേണ്ട ചികിത്സകൾ അവൻ നൽകില്ല. അങ്ങേ പുറത്ത് കൂലിപ്പണിക്കാരന്റെ ഭാര്യക്ക് സമൃദ്ധമായ ഭക്ഷണം കിട്ടുമ്പോ ഇവൾക്ക് ആ സമൃദ്ധമായ ഭക്ഷണം കിട്ടാതെ, മത്സ്യവും അതുപോലെ തന്നെ മാംസവും ഒന്നും കിട്ടാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാടായിരിക്കും. ആർത്തിയുണ്ടോ? മര്യാദക്കൊന്ന് തിന്നൂല. ആർത്തിയുണ്ടോ? മര്യാദക്കൊന്ന് കുടിക്കൂല. ആർത്തിയുണ്ടോ? മര്യാദക്ക് വസ്ത്രം ധരിക്കൂല. കണ്ടിട്ടില്ലേ നിങ്ങൾ? ആർത്തിയുള്ളവർ വസ്ത്രം പോലും മര്യാദക്ക് ധരിക്കില്ല. പിശുക്കന്മാരായിരിക്കും അവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്, കോടിക്കണക്കിന് ഉറുപ്പിക അങ്ങനെ അട്ടിവെച്ചിട്ട് കാര്യമില്ലല്ലോ, അതെടുത്ത് ഉപയോഗിച്ചെങ്കിലല്ലേ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ കാശ് എത്ര ഉണ്ടായാലും ശരി, ദുനിയാവിനോട് അമിതമായ പ്രേമമുണ്ടായാൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് ദാരിദ്ര്യത്തിന്റെ നിഴൽപ്പാടുകൾ കാണാൻ കഴിയും. അത് ദാരിദ്ര്യമാണ്. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞത്, സമൃദ്ധി വരാത്ത ദാരിദ്ര്യം, ഒരിക്കലും അവസാനിക്കാത്ത വ്യാമോഹം, അതും അവനുണ്ടാകും. മുതലാളി അതുണ്ടാകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഫഖ്ർ ഉണ്ടാകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 4 വഴിയാപാതകൾ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഈ ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ കൂടുന്നതിന് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു കണക്ക് വേണ്ടേ? നിങ്ങൾ ആലോചിച്ചു നോക്ക. ഞാൻ നേരത്തെ പറഞ്ഞു, റഹ്മാനായ തമ്പുരാൻ ഒരൊറ്റ അനുഗ്രഹം ഈ ഭൂമിയിൽ ഇറക്കിയിട്ട് ആ ഒന്ന് നിങ്ങൾ എല്ലാവരും കൂടെ പങ്കുവെച്ചോ എന്ന് പറഞ്ഞു. ആര്? മൂമിനുണ്ട്, കാഫിറിനുണ്ട്, എല്ലാവർക്കും പങ്കുവെക്കാൻ പറഞ്ഞു. നാളെ പരലോകത്തുള്ള 99 ആ മൂമിനീങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ. അപ്പൊ അല്ലാഹു തആല പറയാ, ഒരു വേള മൂമിനീങ്ങളെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? എന്ത്? ദുനിയാവ് നിങ്ങൾക്കില്ല. വിശ്വാസിയാണോ അവന് കഷ്ടപ്പാടായിരിക്കും. വിശ്വാസിക്ക് എന്നും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമായിരിക്കും. വിശ്വാസിയാണെങ്കിൽ അവന് മര്യാദക്ക് തിന്നാനുണ്ടാകൂല, വിശ്വാസിക്ക് മര്യാദക്ക് ഒരു വീടുണ്ടാകൂല, വിശ്വാസിക്ക് മര്യാദക്ക് ഒരു വാഹനം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ റഹ്മാനല്ലായിരുന്നുവെങ്കിൽ, അനുസരിച്ചവർക്കും തരുന്ന ചുറ്റുപാട് എനിക്കില്ലായിരുന്നെങ്കിൽ, അനുസരിക്കാത്തവർക്ക് എന്നിടത്ത് മാത്രം പ്രസ് ചെയ്യണ്ട, അനുസരിക്കുന്നവർക്കും തരുന്നവനാണ് റഹ്മാൻ. അത് ഞാൻ തന്നിട്ടില്ല. ഒരു റഹ്മത്ത് കാഫിരീങ്ങൾ എടുക്കട്ടെ, എന്നിട്ടോ അവര് സുഖമായി കഴിയുമ്പോ 99 പ്രതീക്ഷിച്ച് ക്ഷമിച്ചു നിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകുകയാണെങ്കിൽ അത് നീതിയാകുമായിരുന്നു, നീതിക്ക് പുറത്തു പോകൂലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ദുനിയാവ് അനുവദിച്ചതെന്നറിയോ? ദുർബല മനസ്സുകൾ ഉണ്ടാകും, അവരും കൂടെ സ്വർഗത്തിൽ കടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അവിടെയാണ് മനസ്സിലാക്കുന്നത്. എന്ത് ഇങ്ങനെങ്ങാനും അള്ളാഹു ചെയ്തിരുന്നെങ്കിൽ, ദുന്യാവ് കാഫിറുകൾക്ക് മാത്രമാണ് കൊടുത്തതെങ്കിൽ, ഞാൻ പറയുന്ന ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എവിടെയായിരിക്കും? ചിന്തിക്കണം. കാരണം നമ്മളെ വീട്ടിൽ എപ്പോഴും കഷ്ടപ്പാട്, നേരെ മറിച്ച് അല്ലല്ല എന്ന് പറഞ്ഞാൽ നല്ല സുഖവുമാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആ ഭാഗത്തേക്ക് നീങ്ങൂലേ? കാരണം ദുർബല മനസ്സുകളല്ലേ. അപ്പൊ കഷ്ടിച്ച് സ്വർഗത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നവർക്ക് ലഭിച്ചോട്ടെ എന്ന് വെച്ചതാണ്. ഇതാണ് അല്ലാഹു റഹ്മാനാകുന്നത്.
നിങ്ങൾ എല്ലാവരും കൂടെ കാഫിറായി പോകണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ദുനിയാവ് ഞാൻ നിഷേധിക്കാതിരുന്നത്. നോക്ക് നിങ്ങൾ, അല്ലെങ്കിൽ ഇത് മുഴുവനും ഞാൻ സത്യനിഷേധികൾക്ക് പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. എവിടെയാ പറഞ്ഞത്? സൂറത്തു സുഖ്റുഫിന്റെ 33-ാം വചനം. ഞാനത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവരും ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഈ വചനം വായിക്കുന്നത്. സൂറത്തു സുഖ്റുഫിന്റെ 33-ാം വചനത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, വലൗലാ അൻ യകൂനന്നാസു ഉമ്മതൻ വാഹിദ, ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒരു പ്രസ്ഥാനമായി മാറൂലായിരുന്നെങ്കിൽ, കണ്ടോ, എല്ലാരും കൂടെ നിഷേധികളായി പോകൂലായിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. അങ്ങനെ ഒരു പേടി എനിക്കില്ലായിരുന്നെങ്കിൽ റഹ്മാനായ റബ്ബിനെ കൊണ്ട് നിഷേധിക്കുന്ന നന്ദി കെട്ട വർഗത്തിന്, നിസ്കരിക്കാത്തവനെ ഞാൻ കൊടുക്കുമായിരുന്നു, വിശ്വസിക്കാത്തവനെ ഞാൻ കൊടുക്കുമായിരുന്നു. അവരുടെ വീടുകൾക്ക് വെള്ളികളുടെ മണിമാളികകൾ നൽകുമായിരുന്നു. അവരുടെ പരിസരരംഗം അഹങ്കാരത്തോടെ വീക്ഷിക്കാൻ അവർ കയറി നിൽക്കുന്ന ബാൽക്കണികൾ വെള്ളിയാകുമായിരുന്നു. അവർ കയറി നിന്നിതെല്ലാം എത്തേതാണെന്ന് ഗർവോടെ വീക്ഷിക്കുന്ന അവരുടെ വീടിന്റെ ബാൽക്കണികൾ അതും വെള്ളിയാക്കുമായിരുന്നു. ഞാൻ അള്ളാനെ അനുസരിക്കാത്തവൻ ഞാൻ ഭൂമിയിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്കും ബാൽക്കണികളും നിങ്ങൾക്കും വീടുകളും ഡോറുകളും കട്ടിലുകളും ഒക്കെ ഉണ്ട്. അതാ ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ വീട്ടിന്റെ വാതിലും ഞാൻ വെള്ളിയാക്കുമായിരുന്നു. അവർ കിടന്നുറങ്ങുന്ന കട്ടിലുകളും വെള്ളിയുടെ കട്ടിലുകളായിരിക്കും. ഈ പറഞ്ഞ വീടിന്റെ മണിമാളികകളും വീടിന്റെ ബാൽക്കണികളും വീടിന്റെ ഡോറുകളും വീടിന്റെ വീട്ടിലുള്ള കട്ടിലുകളും ഇതെല്ലാം സ്വർണവുമാകുമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളെല്ലാം കൂടെ കാഫിറായി പോകൂലായിരുന്നെങ്കിൽ കാഫിര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഓരോ വീടും ഓരോ വീടിന്റെ പരിസരവും അതിലുള്ള ഫർണിച്ചറും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കുറച്ച് സാധനങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഉദ്ദേശിക്കലാണ് ഖുർആനിന്റെ പൊതു ശൈലി. അപ്പോ നിങ്ങളുടെ വീടിന് വെള്ളിയുടെയും സ്വർണത്തിന്റെയും മണിമാളികൾ, ഫിദ്ദ മാത്രമല്ല പുറത്തു വരുന്നുണ്ട്. വെള്ളിയുടെയും സ്വർണത്തിന്റെയും മണിമാളികകൾ, നിങ്ങൾ കയറി നിൽക്കുന്ന ബാൽക്കണികൾ വെള്ളിയും സ്വർണവും, നിങ്ങളുടെ വീടിന്റെ ഡോറുകൾ വെള്ളിയും സ്വർണവും, നിങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലുകൾ വെള്ളിയും സ്വർണവും, ഇങ്ങനെ ഞാൻ നൽകുമായിരുന്നു. പക്ഷെ അത് നൽകാതെ നിങ്ങൾക്കും കൂടെ ഈ ദുനിയാവ് അനുവദിച്ചത് എന്തുകൊണ്ടാ? എനിക്കറിയാം എങ്ങനെ നൽകിയാൽ എന്താ ഉണ്ടാകുക. പിന്നെ ഹിസ്ബുള്ള വളരെ കുറവായിരിക്കും അള്ളാന്റെ പാർട്ടി. നിങ്ങളൊക്കെ സത്യനിഷേധത്തിലേക്കാണ് പോകും. അപ്പൊ ദുർബല മനസ്സുകൾ അവരും നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്കും കൂടെ അനുവദിച്ചു തന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇത് തരൂലായിരുന്നു, അവർക്ക് കൊടുക്കുവായിരുന്ന കാരണം ഈ ദുനിയാവിനെ ഞാൻ അത്രേ വേണ്ടി ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് ഒരനുഗ്രഹമാണ്. 99 മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചത്. എന്നാ ഈ ദുനിയാവ് എടുക്കാം. അപ്പൊ അവിടെ ആ മുഅ്മിനീ സന്തോഷം വർദ്ധിക്കുന്നത്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ആഖിറത്തിലും സന്തോഷമാണ്, ദുനിയാവിലും സന്തോഷമാണ്. കൺട്രോളിൽ അധിഷ്ഠിതമായ അവർക്ക് സമ്പാദിക്കാം, ജീവിക്കാം, കുടിക്കാം, കൊടുക്കാം, എടുക്കാം, ഒന്നും ഒരു കുഴപ്പവുമില്ല. എത്ര വലിയ ബിൽഡിങ്ങുകളും എടുക്കാം, എത്രയാ സമ്പാദിക്കാം, എത്രയും സമ്പാദിക്കാം. മാർഗത്തിലാകണമെന്ന് മാത്രം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ എത്ര വലിയ ആസ്തി ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതല്ലേ. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറയാനുണ്ട്. അപ്പൊ 1ഉം 99ഉം തമ്മിലുള്ള അന്തരം അറിയാത്തത് കൊണ്ടാണ് ഈ അമിതമായ ഭൗതിക അതിപ്രസരം നമ്മെ കടന്നുപിടിച്ചത് എന്നുണർത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. ഞാൻ ആദ്യമായി ഓതിവെച്ച ചൊല്ലിവെച്ച ഈരടികളുടെ അർത്ഥം മാത്രം പറയുന്നു. ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ. കച്ചവടത്തിൽ ഒരു ശരീരത്തിന് ഏറ്റ നഷ്ടമെത്രയാണ്? ഒരു മനുഷ്യനെ അവന്റെ കച്ചവടത്തിൽ
ദുനിയാവിന് പകരം അവർ ദീനിനെ വാങ്ങിയില്ല, മറിച്ച് ദീനിന് പകരം അവൻ ദുനിയാവിനെ വാങ്ങാൻ ചെയ്തത്. അപ്പൊ ദുനിയാവ് കൊടുത്തിട്ട് ദീന് വാങ്ങാത്തവൻ എത്ര വലിയ നഷ്ടക്കച്ചവടാണ് നടത്തിയത്. അവൻ വാങ്ങിയില്ല എന്നല്ല വലം സുമി, ഒന്ന് വില പറഞ്ഞു പോലും നോക്കിയില്ല. വാങ്ങിയില്ല എന്നല്ല, വാങ്ങാൻ ശ്രമിച്ചത് പോലുമില്ല, വില പറയാന്നുള്ള ശ്രമിക്കല. അപ്പൊ ഇബാദത്ത് ചെയ്തില്ല എന്നല്ല, ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം പോലും ഉണ്ടായി. ഈ ദുനിയാവിന് പകരം ആഖിറത്തിനെ ആരാണോ വിറ്റുകളയുന്നത്, അവന് വ്യക്തമായ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. അവന്റെ കച്ചവടത്തിൽ അത് വില റൊക്കം കൊടുത്ത കച്ചവടാകട്ടെ, വില റൊക്കമാകട്ടെ, കടമാകട്ടെ, അവന് നഷ്ടം തന്നെയാണ്. ഇനി കടാണ് എന്നാൽ ലാഭമുണ്ടോ? ഇല്ല, എന്നാലും നഷ്ടാണ്. റൊക്കമാണെങ്കിൽ ഏതായാലും നഷ്ടം. ഇത് തിരിച്ചറിഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തേക്ക് ഉഹുദ് മല വന്നിട്ട് പറഞ്ഞു, ഓ നബിയേ, ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വർണമായി തരാം. അമ്പരച്ചുംബികളായ പർവ്വതങ്ങളാ, വറാബദതുൽ ജിബാലു ശുമു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശബബി. മുത്തുനബിയുടെ അടുത്ത് അമ്പരച്ചുംബികളായ ആകാശത്തെ മണത്തു നിൽക്കുന്ന പർവ്വതങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ഖുർ റസൂൽ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് മഹാനവറുകളാണ്. വറാബദതുൽ ജിബാലു ശുമു, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ നബിയെ വന്ന് ക്ഷണിച്ചു എന്നതിന്റെ ആ ഭാഷാർത്ഥം ശരിക്കും പറഞ്ഞു തന്നത് മഹാനവറുകളാണ്. ശുമ് എന്ന് പറഞ്ഞാൽ അശം എന്നതിന്റെ ബഹുവചനാണ്. എന്ന് പറഞ്ഞാൽ മണത്തു നിൽക്കുന്ന പർവ്വതങ്ങൾ. ഉസ്താദ് പറഞ്ഞു, ആകാശത്ത് മണത്തു നിൽക്കുന്ന അമ്പരച്ചുംബികളായ പർവ്വതങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അമ്പരച്ചുംബികളായ പർവ്വതങ്ങൾ മുത്തുനബിയുടെ അടുത്ത് വന്നു. നബി തങ്ങൾക്ക് വേണ്ടി സ്വർണമാകണോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ആ പർവ്വതങ്ങളോട് ഏത് രൂപത്തിലാ നബി തങ്ങൾ തിരിഞ്ഞു കളഞ്ഞത്? എന്തേ നബി തങ്ങൾ വേണ്ട എന്ന് വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വേണ്ട എന്ന് വെക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി തങ്ങൾ 1ഉം 99ഉം തമ്മിലുള്ള അന്തരം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഇത്ര മതി, തൽക്കാലം നിൽക്കട്ടെ എന്ന് വെച്ചത്. അതുകൊണ്ടാണ് നമ്മളോട് ഉഹുദ് മല എന്ന് പറയണ്ട, നമ്മളോട് 5 കിലോയുടെ ഒരു ഇരുമ്പ് കട്ടി വന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഞാൻ നിനക്ക് സ്വർണമാകണോ? നമ്മുടെ ആഹ്ലാദം എത്രയായിരിക്കും, നമ്മുടെ സന്തോഷം എത്രയായിരിക്കും? ഇവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ ഓർക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്, കാരണം സമയം വളരെ കൂടുതലായി. ഇന്ന് ഉച്ചക്ക് മറ്റൊരു പരിപാടിയിൽ കോട്ടക്കൽ മസ്ജിദ് സഹാബയിൽ എത്തേണ്ടതുള്ളത് കൊണ്ട് കുറെ വൈകിപ്പോയി. ഞാൻ സമയം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പോകും.